വിജയിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഇപ്പൊ BJP നിൽക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായാലും BJPക്ക് ഒരു ജനസമിതി എന്തായാലും തമിഴ്നാട്ടിലുണ്ടാവും. പ്രത്യക്ഷത്തിൽ വിജയന്റെ മുഖവും പിറകില് BJPയുടെ ബ്രെയിനും ആയിരിക്കും. കരൂരിലെ ട്രാജഡി വിജയ്ക്ക് എന്തായാലും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ആളുടെ ഇമേജ് എന്തായാലും കുറച്ച് താഴ്ന്നും പോയി. സ്റ്റാലിനൊന്നും വിജയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മൗനമായിട്ട് സ്റ്റാലിന്റെ രാഷ്ട്രീയം പുതുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ നോക്കിയത്. ഇപ്പോഴാണ് അവിടെ ട്വിസ്റ്റ് അടുപ്പിച്ച് BJP വന്നത്. ഇത് വിജയന്റെ ഫാൾട്ടല്ല, ഇത് അൺഫോർച്ചുനേറ്റ് ആയിട്ട് നടന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ് ആയിട്ട് നടന്നതാണ്. പക്ഷെ അത് വിജയ് കാരണമാണ് എന്നുള്ളത് എല്ലാവരും വരുത്തി തീർത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്തായാലും വിജയിന്റെ ഡാമേജ് കുറയ്ക്കാൻ എന്തായാലും സഹായിക്കും. ഇതിലൂടെ എന്തായാലും കേന്ദ്രത്തിന്റെ ലീഗൽ പ്രൊട്ടക്ഷനും കേന്ദ്രത്തിന്റെ സിമ്പതിയും എന്തായാലും വിജയ്ക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ എന്തായാലും വിജയ് എന്തായാലും BJPന്റെ കാര്യത്തിൽ ഇപ്പൊ ഓക്കെ പറയുകയാണെങ്കിൽ എന്തായാലും ഇനി BJP ക്യാമ്പയിൻ എല്ലാം നല്ല രീതിയിലൂടെ നടക്കുകയും ചെയ്യും. വിജയിന്റെ ഡാമേജ് കുറയ്ക്കാൻ എന്തായാലും BJP എന്തായാലും ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ സബ്റ്റിൽ ചെയ്യാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോ നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉണ്ടാവും. എന്തായാലും വിജയ് ഫാൻസ് എന്തായാലും വിജയിനെ വെറുക്കുകയില്ല. തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം വരുന്നത് വിജയ് ഫാൻസ് ആണ്. ഇവരെല്ലാവരും ഇനി BJPനെ അറിഞ്ഞോ അറിയാണ്ടോ എന്തായാലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. 2026 ആവുമ്പോഴേക്കും വിജയ് വൺ ഓഫ് അസ് എന്ന രീതിയിൽ എന്തായാലും BJP വോട്ടേഴ്സ് വളരുകയും ചെയ്യും. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ കൂടുന്ന ആൾക്കാർ എന്തായാലും വോട്ടായി മാറാൻ സാധ്യതയില്ല എന്നാണ് അവിടുത്തെ സാധാരണ ജനങ്ങളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനിയിപ്പോ ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടി. വിജയ്ക്ക് ആവശ്യമായ വോട്ട് മെക്കാനിസം കൺവേർഷൻ എന്തായാലും ഇനി